അവരല്ലേ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കെട്ടിട്ട് ഒരു മനുഷ്യൻ ഓടിപ്പോകുമ്പോ ആ ഓടിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് പൊരുത്തപ്പെട്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആരോടും പകയില്ലല്ലോ, ആരോടും വിദ്വേഷമില്ലല്ലോ, ചീത്ത പറഞ്ഞവനോട് വെറുപ്പില്ലല്ലോ, കല്ലെടുത്തെറിഞ്ഞവനോട് വൈരാഗ്യമില്ലല്ലോ. അതല്ലേ മഹാന്മാരുടെ സ്വഭാവം. നബി ഇമാം റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷേ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം ആ മനുഷ്യൻ അറിയാത്തതിനാൽ അത് ഉപയോഗിക്കൽ അദ്ദേഹത്തിന് ഹലാലാകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ വിവരം അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണമെന്ന് മനസ്സിലാക്കി കട്ട കള്ളൻ ഓടിപ്പോകുമ്പോ അതാ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം പറയാൻ വേണ്ടി കള്ളന്റെ പിന്നാലെ ഓടിയ മഹാപണ്ഡിതൻ ഇമാം നബവി റഹിമഹുല്ലാഹ് എന്തിനാ ഓടുന്നത്? നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം അറിയിച്ച് ആ കള്ളനത് ഉപയോഗിക്കൽ ഹലാലാകാൻ വേണ്ടിയാണ്. അങ്ങനത്തെ ഇമാമിങ്ങളല്ലേ നമുക്ക് നമ്മുടെ ദീന് പഠിപ്പിച്ചു തന്നത്. ആ ഇമാമിങ്ങളെ വിട്ടുകൊണ്ടൊരു ദീനുണ്ടോ സഹോദരന്മാരെ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ ചെറുപ്പക്കാരെ, അല്ല എന്നും ഹയ്യാണ് കേട്ടോ. അല്ല എന്നും ഹയാത്തുള്ളവൻ തന്നെ. അവൻ എന്നും നമ്മളെ നിയന്ത്രിക്കുന്നവൻ തന്നെ. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ തന്നെ. ആ രാജാവിന്റെ വീട്ടിൽ ചെന്ന് നിസ്കരിക്കുക എന്നത് അത് റമദാനിൽ മാത്രം ചെയ്യേണ്ടതല്ല. പുരുഷന്മാർ പരമാവധി എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സഹാബിയല്ലേ. പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പ്രയാസമുണ്ടായിട്ട് വന്ന് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അനുമതി തേടിയപ്പോ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ തന്നെ വരണമെന്നല്ലേ പറഞ്ഞത്? അത് റമദാനിൽ മാത്രമല്ലല്ലോ, ജമാഅത്തിന് പരമാവധി പങ്കെടുക്കുന്ന നമ്മുടെ ഒരു മാസത്തെ സ്വഭാവം അത് നമുക്കൊന്ന് തുടർച്ചയായി മരിക്കുന്നത് വരെ എന്ന് തുടർന്നുകൂടെ? ഓ ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കട്ടെ, അതാ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു 17ഓളം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടവത്തൂരിനടുത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതാ 2-3 ദിവസം മുമ്പ് നോമ്പം തുറന്നിരിക്കുമ്പോൾ അതാ രോഗം വന്ന് ഓടുന്നതിനിടയിലോ ചാടുന്നതിനിടയിലോ വെള്ളത്തിൽ വീണ് മരിച്ച നാസറിന്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പോയി ദുആ ചെയ്തു. അദ്ദേഹത്തെ സുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ. ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പരീക്ഷയും കഴിഞ്ഞ് ഇറങ്ങിപ്പോ നടന്നു പോകുന്ന സമയത്ത് ഡിവൈഡറിന്റെ മേലെ നിന്ന് മരിച്ചുപോയ ചെറുപ്പക്കാരനായ കല്ലാച്ചിയുടെ യുവാവ് അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ചോദിക്കട്ടെ, 2-3 ദിവസം മുമ്പ് ഖത്തറിൽ കിടന്നുറങ്ങുമ്പോ അതാ ഉറങ്ങിയിട്ട് നേരം വെളുത്തു പോയി വിളിക്കുമ്പോ മയ്യത്ത് മാത്രം കണ്ട ചെറുപ്പക്കാരൻ എത്രയെത്ര യുവാക്കൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് മരിച്ചുപോയി. ഓ ചെറുപ്പക്കാരെ, എപ്പോഴാണ് യാത്രയെന്ന് നമുക്കറിയില്ലല്ലോ. ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ പ്രസംഗം തീർക്കുമെന്നതിന് ഗ്യാരണ്ടിയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചെത്തുമെന്നതിന് ഗ്യാരണ്ടിയുണ്ടോ? പെരുന്നാളിന്റെ അന്ന് സന്തോഷത്തിന് വേണ്ടി അതാ നാടും വിട്ടിട്ട് കുറച്ചകലെ പോയി മടക്കം മയ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് ഓർമ്മയില്ലേ? അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയട്ടെ, നിസ്കരിക്കുന്ന നിസ്കാരത്തിന് 1-27 ഇരട്ടി പ്രതിഫലം തരുമെന്നല്ലേ പറഞ്ഞത്? സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫജ്ർ ബി27 ദറജ. അല്ലേ, 27 ഇരട്ടി പ്രതിഫലം. പലരും ഇപ്പം വലിയ ബേജാറിലാണ്. എന്താണ്? UAE-യിലെയും ഖത്തറിലെയും ഒക്കെ റിയാലിലും ദിർഹമിലുമൊക്കെ ഇപ്പോൾ റൈറ്റ് കുറവാണ്. നമ്മളെ രാജ്യത്തുള്ളതിന് കുറച്ച് കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്, നേരത്തെ 1,00,000 ദിർഹം, ഇപ്പറയുന്ന എനിക്കും ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. 1,00,000 ദിർഹം ഒരു പള്ളിക്ക് തരാമെന്ന് പറഞ്ഞ വ്യക്തി 1,00,000 തന്നാൽ നമുക്കൊരു 12-13 കിട്ടുമെങ്കിൽ ഇപ്പോൾ അത് 11 കിട്ടുള്ളൂ. പ്രയാസമാകുന്നുണ്ടല്ലേ? എന്തേ കാരണം? കൂടുതൽ ഇരട്ടി കിട്ടാത്തത് കൊണ്ട് പ്രയാസമല്ലേ? എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം അത് 27 ഇരട്ടി കിട്ടുമെന്നല്ലേ പറയുന്ന ജമാഅത്ത്. ഈ നിസ്കരിച്ചാൽ ആ ജമാഅത്ത് അപ്പുറത്തുനിന്ന് നടക്കുമ്പോ ഒരൽപ്പവും വില വെക്കാതെ നമ്മൾ റോട്ടിലൂടെ നടക്കാറില്ലേ ചെറുപ്പക്കാരാ? പരിശുദ്ധ റമളാൻ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ്. തഖ്വയുള്ള ജീവിതം നയിച്ച് പ്രാക്ടീസ് നേടാൻ വേണ്ടിയാണ്. ആ പ്രാക്ടീസ് നേടിയതിന് അങ്ങോട്ട് നടപ്പാക്കാൻ ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് നോക്കൂ, ഒരു 40 ദിവസം നിങ്ങളൊരു ഇമാമിന്റെ കൂടെ ജമാഅത്തായി ഒന്ന് നിസ്കരിക്കൂ. ആ 40 ദിവസവും ഇമാം കൈകെട്ടിയ ഉടനെ, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ നിങ്ങളും